കോഴിക്കോട് ജില്ലയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കല്ലാച്ചിയിൽ മിന്നൽ ചുഴലിയിൽ വൻമരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണു. ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. കൊടിയത്തൂരിലും കൂടരഞ്ഞിയിലും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സലാം മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സലാം, കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ ഇടവിട്ട മഴ തുടരുന്നൊരു കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ജില്ലയിൽ എന്ത് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? അമൃത, അതിശക്തമായ മഴക്കൊപ്പം കനത്ത കാറ്റും കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രിയിലും ഇന്നുമായി ആഞ്ഞടിച്ചത്. അതിലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള താമരശ്ശേരി, കൂടരഞ്ഞി കൂടാതെ കല്ലാച്ചി മേഖലയിലൊക്കെ തന്നെ വലിയ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലി ഉണ്ടായിട്ടുള്ളത്. അതിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വൻ മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത്. വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ച മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ മേഖലയിൽ, അതായത് കല്ലാച്ചി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയും കഴിഞ്ഞ ദിവസം തന്നെ ചെക്കാട് പഞ്ചായത്തിലെ പുളിയാവ് മേഖലയിലും കാറ്റ് നാശം വിതച്ചിരുന്നു. ആ രീതിയിലാണ് ഇന്നലെ കല്ലാച്ചിയിൽ മിന്നൽ ചുഴലി ഉണ്ടായത്. കല്ലാച്ചി, തെരുവൻപറമ്പ്, നാദാപുരം പഞ്ചായത്ത് 4-ാം വാർഡിലാണ് കാറ്റ് വീശിയത്. ഇതിനെ തുടർന്നാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരിയിലും സമാനമായ രീതിയിൽ വലിയ കാറ്റ് തന്നെയാണ് ഉണ്ടായത്. അതിൽ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് ഈ മരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. വീടിന്റെ മേൽക്കൂര തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താമരശ്ശേരി കാരാടി നെല്ലോളിച്ചാലിൽ മുഹമ്മദ് ഹനീഫയുടെ പറമ്പിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിന് മുകളിലേക്ക് പനമരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. പിക്കപ്പ് വാൻ തകർന്നിട്ടുണ്ട്. ആ രീതിയിൽ കൂടത്തായിക്കടുത്ത് മറ്റ് സമാനമായ രീതിയിൽ, അതായത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. കൂടത്തായി കുന്നത്തുകണ്ടി റഷീദിന്റെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ തേക്കുമരവും തെങ്ങും കടപുഴകി വീണത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പറശ്ശേരി ഷിഹാബ് എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്കും തെങ്ങ് വീണിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ, അതായത് താമരശ്ശേരി, കൂടത്തായി മേഖലയിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച മട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്നാണ് ഇങ്ങനെ വൈദ്യുതി ബന്ധം നിലച്ചത്. ആ സമാന രീതിയിലുള്ള അപകടങ്ങൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും, അതായത് കൂടരഞ്ഞിയിലും മറ്റൊരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടരഞ്ഞി കൂമ്പാറ പുന്നക്കടവിൽ പരേങ്ങൽ ഹംസ, അതുപോലെ തോട്ടത്തിൽ ഹനീഫ എന്നിവരുടെ വീടിന് മുകളിലേക്കും മരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലാണ് പ്രധാനമായും ഈ കാറ്റും മഴയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീരദേശ മേഖലയിലൊന്നും തന്നെ ഇതുവരെ ഈ വലിയ അപകടങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മലയോര മേഖല കനത്ത മഴയും അതുപോലെ കാറ്റുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള മഴക്കെടുതികളുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമൃത, കോഴിക്കോട് ജില്ലയിലും അതിശക്തമായ മഴയും കാറ്റും തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വിവരങ്ങളാണ് സലാം മുഹമ്മദ് പങ്കുവച്ചത്.